പീഡനക്കേസിൽ പ്രതിയായ രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎക്ക് ഇന്ന് നിർണായകം. മുൻകൂർ ജാമ്യാപേക്ഷയിൽ തുടർവാദം ഇന്ന് നടക്കും. തിരുവനന്തപുരം പ്രിൻസിപ്പൽ ജില്ലാ സെഷൻസ് കോടതിയാണ് കേസ് പരിഗണിക്കുന്നത്. പ്രോസിക്യൂഷൻ ഹാജരാക്കുന്ന പുതിയ തെളിവ് പരിശോധിച്ച് വാദം കേട്ട ശേഷമാവും ജാമ്യാപേക്ഷയിൽ വിധി പറയുക. അതിനിടെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പോലീസ് എടുത്ത രണ്ടാമത്തെ ബലാത്സംഗ കേസിൽ പരാതിക്കാരിയുടെ മൊഴി അന്വേഷണ സംഘം ഉടനെ രേഖപ്പെടുത്തും. ജിബിൻ ജെപിയുടെ വിശദവിവരങ്ങളുമായി. ജിബിൻ, ഗുഡ് മോർണിംഗ്. ഇന്നലെയും വാദം നടക്കുകയായിരുന്നു, വീണ്ടും വാദം തുടരുകയാണ്. വളരെ നിർണായകമായ ഒരു ദിവസമായിരിക്കും ഇന്ന്. എന്ത് തീരുമാനമായിരിക്കും കോടതിയിൽ നിന്നുണ്ടാവുക? പ്രോസിക്യൂഷൻ ഭാഗം ശക്തമാണോ? വിശദാംശങ്ങൾ എന്താ ജിബിൻ? മോത്തി, രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎക്കെതിരായ ബലാത്സംഗ പീഡന പരാതിയിൽ വാദം കേൾക്കുന്നത് ഇന്നും തുടരും. കഴിഞ്ഞ ദിവസം ജില്ലാ സെഷൻസ് കോടതി വാദം കേട്ടിരുന്നുവെങ്കിൽ പോലും പ്രോസിക്യൂഷൻ കൂടുതൽ തെളിവുകൾ ഹാജരാക്കാനുണ്ടെന്ന് ആവശ്യപ്പെട്ടിരുന്നു. അങ്ങനെയാണ് ഇന്നുകൂടി വാദം കേൾക്കുന്നതിന് വേണ്ടിയും കൂടുതൽ തെളിവുകൾ പരിശോധിക്കുന്നതിനുമായി ജില്ലാ സെഷൻസ് കോടതി സമയം അനുവദിച്ചത്. അതിനുശേഷമായിരിക്കും വിധി പറയുക. പക്ഷേ ഈ കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അഭിഭാഷകൻ വാദിച്ചത് ഇത്തരത്തിൽ ബലാത്സംഗ കുറ്റം ഈ കേസിൽ നിലനിൽക്കില്ല, പരസ്പര സമ്മതപ്രകാരമുള്ള ഒരു ബന്ധം ഉണ്ടായിരുന്നത് എന്നാണ് അവർ വാദിച്ചത്. അതിനുള്ള തെളിവുകൾ രാഹുൽ മാങ്കൂട്ടം എംഎൽഎയുടെ അഭിഭാഷകൻ കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തു. അതുപോലെ തന്നെ പ്രോസിക്യൂഷനും ബലാത്സംഗം കുറ്റം നിലനിൽക്കാനും ഗർഭചിത്രം നിലനിൽക്കുന്നതിനും വേണ്ടിയിട്ടുള്ള തെളിവുകൾ അവരും ഹാജരാക്കുകയും ചെയ്തിട്ടുണ്ട്. കൂടുതൽ തെളിവുകൾ ഹാജരാക്കാനുണ്ട്, കൂടുതൽ ഡിജിറ്റൽ തെളിവുകൾ ഹാജരാക്കാനുണ്ടെന്ന് അതിനുശേഷമാണ് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടത്. അതിനെ തുടർന്നാണ് വീണ്ടും സമയം അനുവദിക്കുകയും ചെയ്തത്. എന്തായാലും ജില്ലാ സെഷൻസ് കോടതി ഈ കേസിൽ വീണ്ടും വാദം കേൾക്കുന്നുണ്ട്. അതിനുശേഷം ഇന്ന് തന്നെ വിധി ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. ഇതിനിടെയാണ് രണ്ടാമത് ഒരു പരാതി കൂടി വന്നിരിക്കുന്നത്. ആ പരാതിയുടെ കൂടി വിശദാംശങ്ങൾ ഇന്ന് പ്രോസിക്യൂഷൻ കോടതിയിൽ ഹാജരാക്കാനും സാധ്യതയുണ്ട്. മോദി, തീർച്ചയായിട്ടും കൂടുതൽ തെളിവുകൾ ഹാജരാക്കാനുള്ള സാധ്യതയുണ്ട്. ഇന്ന് എപ്പോഴാണ് കോടതി നടപടികൾ ആരംഭിക്കുക? അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൂടി പങ്കുവയ്ക്കൂ ജെബിൻ. മോത്തി, ഇന്ന് ജില്ലാ സെഷൻസ് കോടതിയിൽ 11 മണിയോടുകൂടി തന്നെ ആദ്യ കേസായി തന്നെ ഇത് പരിഗണിക്കാനാണ് സാധ്യത. കഴിഞ്ഞ ദിവസം ആദ്യമായി ഈ കേസ് പരിഗണിച്ചുവെങ്കിൽ പോലും പിന്നീട് വാദം കേൾക്കുന്നത് അവസാനത്തേക്ക് മാറ്റിവെക്കുകയായിരുന്നു. ഇന്നും അത് തന്നെയാണ്. കാരണം ഈ കേസ് പരിഗണിക്കുന്നതിന് കൂടുതൽ തെളിവുകൾ പരിശോധിക്കാനും മതിയായ സമയം ആവശ്യമുണ്ട്. അതുകൊണ്ട് ഏറ്റവും അവസാനമായിരിക്കും ഈ കേസിൻ്റെ തുടർവാദം കേൾക്കാനും കൂടുതൽ തെളിവുകൾ പരിശോധിക്കാനുമുള്ള ഒരു സാധ്യതയുണ്ട്. ഇതിൻ്റെ മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎക്ക് എതിരായി രജിസ്റ്റർ ചെയ്തിരിക്കുന്ന രണ്ടാമത്തെ കേസാണ്. കഴിഞ്ഞ ദിവസമാണ് ഈ കേസ് FIR ഇട്ട് രജിസ്റ്റർ ചെയ്യുകയും അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിട്ടുള്ളത്. അതിൽ പറയുന്ന കാര്യങ്ങളുണ്ട്. കാരണം ഈ രണ്ടാമത്തെ കേസ് രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎക്ക് ഒരു തലവേദനയായി മാറുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. കാരണം കഴിഞ്ഞ ദിവസം ഇന്ന് വിധി പറയുന്ന കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎക്ക് ജാമ്യം ലഭിച്ചാൽ പോലും രണ്ടാമത്തെ കേസിൽ അത് ലഭിക്കാൻ സാധ്യതയില്ല എന്നുള്ളൊരു വിലയിരുത്തലാണ് നിലവിലുള്ളത്. കാരണം 23 വയസ്സുകാരിയുടെ പരാതി എന്ന് പറയുന്നത് അത്രയ്ക്കും സ്ട്രോങ് ആണ്. കാരണം ഈ പെൺകുട്ടി KPCCക്ക് മെയിൽ അയച്ചിരിക്കുന്നത്, പരാതിയെ ഒരു സുഹൃത്ത് വഴിയാണ് പരാതി അയച്ചിരിക്കുന്നതെങ്കിൽ പോലും KPCC പ്രസിഡന്റ് ആ പരാതി DGPക്ക് കൈമാറുകയായിരുന്നു. തുടർന്നാണ് ക്രൈംബ്രാഞ്ച് പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച കഴിഞ്ഞ ദിവസം അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിട്ടുള്ളത്. പെൺകുട്ടിയെ ഇതുവരെ നേരിട്ട് കണ്ടെത്തി മൊഴിയെടുക്കാൻ സാധിച്ചിട്ടില്ല. പക്ഷേ ഇന്ന് തന്നെ പെൺകുട്ടിയെ നേരിട്ട് കണ്ടെത്തി ക്രൈംബ്രാഞ്ചിൻ്റെ അന്വേഷണ സംഘം മൊഴിയെടുക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. കാരണം 2 മാസം മുമ്പ് ഈ കേസിൻ്റെ ആദ്യഘട്ടത്തിൽ ക്രൈംബ്രാഞ്ച് ഈ പെൺകുട്ടിയെ സമീപിച്ചിരുന്നെങ്കിൽ പോലും പെൺകുട്ടിക്ക് അന്ന് പരാതിയെ മുന്നോട്ട് പോകാൻ താല്പര്യമില്ല എന്നാണ് അറിയിച്ചിരുന്നത്. പക്ഷേ പിന്നീടാണ് ഈ പെൺകുട്ടി സുഹൃത്ത് മുഖേന KPCCക്ക് പരാതി നൽകുകയും ചെയ്തിട്ടുള്ളത്. ആ പരാതിയാണ് KPCC പ്രസിഡന്റ് തന്നെ നേരിട്ട് DGPക്ക് കൈമാറിയ കേസ് ഇപ്പോൾ അന്വേഷണം ആരംഭിച്ചിട്ടുള്ളത്. പക്ഷേ ഈ 23 വയസ്സുകാരിയുടെ പരാതിയിൽ പറയുന്ന കാര്യങ്ങളിൽ പ്രഥമ ദൃഷ്ട്യാ ഈ ബലാത്സംഗ കുറ്റം നിലനിൽക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎക്ക് ജാമ്യം കിട്ടാനുള്ള സാധ്യത കൂടി ഇല്ല. അതുകൊണ്ട് ഈ കാര്യം കൂടി, രണ്ടാമത്തെ കേസിൻ്റെ വിശദാംശങ്ങൾ കൂടി പ്രോസിക്യൂഷൻ കോടതിയിൽ നിന്ന് അറിയിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎയുടെ ആദ്യ ബലാത്സംഗ പീഡന പരാതിയിൽ ജാമ്യം ലഭിച്ചാൽ പോലും രണ്ടാമത്തെ കേസിൻ്റെ കാര്യത്തിൽ എന്താകുമെന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും സംശയം തുടരുകയാണ്. അതുകൊണ്ട് ഇന്നത്തെ ദിവസം നിർണായകമാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎയുടെ കേസ് കോടതി പരിഗണിക്കുന്നു, കൂടുതൽ വാദം കേൾക്കുന്നു. പ്രോസിക്യൂഷൻ കോടതിയിൽ കൂടുതൽ വിവരങ്ങൾ ഹാജരാക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇന്നുള്ള കേസിൽ വിധി പറയുക. എന്തായാലും പ്രോസിക്യൂഷൻ ഈ രണ്ടാമത്തെ കേസും അതിൻ്റെ വിശദാംശങ്ങൾ കോടതിയിൽ ഹാജരാക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. മോദി.